47 വാക്യത്തിലേക്ക് തിരിച്ചു വരാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അടുത്ത വാക്കാണ്. ഈ വാക്കുകൾ ശ്രദ്ധിച്ചോണം. ജീവൻ, നിത്യജീവൻ, ജീവൻ്റെ അപ്പം, ഇങ്ങനെയുള്ള വാക്കുകൾ ഇനി റിപ്പീറ്റ് ചെയ്ത് യോനാസ്ലിയ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ജീവൻ എന്നുള്ള വാക്ക് ഏകദേശം 10-16 തവണ ഈ അധ്യായത്തിൽ മാത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നത്. കുറച്ചും കൂടെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, നമുക്കൊരു സഹനം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ആ സഹനത്തെ സഹിക്കുവാനുള്ള ശക്തി നമ്മളിൽ ജീവനുള്ളതുകൊണ്ടാണ്. അതേസമയം നമ്മൾ സഹനത്തെ സഹിക്കാതെ ദൈവത്തെ പഴിക്കുകയാണെങ്കിൽ നമ്മൾ ചത്തവരായതുകൊണ്ടാണ്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് നമ്മളിലുള്ള ദൈവിക കൃപയുടെ പ്രവാഹമാണ്. ആ പ്രവാഹം നമ്മളിലേക്ക് പരിണമിക്കുന്നതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ദൈവിക കൃപ നമ്മുടെ ഉള്ളിൽ പരിവർത്തിച്ച് അത് എങ്ങനെ പരിണമിക്കും? ദൈവികമായ രീതിയിൽ പരിണമിക്കുന്നതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ചെകിട്ടത്തടിച്ചു, ദൈവമേ നിനക്ക് സ്തുതി എന്നുള്ളിൽ സന്തോഷത്തോടെ പറയുവാൻ സാധിച്ചാൽ അതൊരു ജീവനാണ്. അതിനെ സമൃദ്ധിയാക്കുവാനാണ് കർത്താവ് വന്നതെന്നാണ് പറയുന്നത്. അതാണ് ജീവൻ. അപ്പോൾ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. അടുത്ത സാധനം കൊണ്ട് വരികയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഈ പിറുവിറുത്തോണ്ടിരുന്ന യഹൂദന്മാരോടായി പറയുന്നതെന്ന് ഓർക്കണം. 41 വാക്യം വായിച്ചേ, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ തമ്മിൽ അവനെക്കുറിച്ച് പിറുവിറുത്തു. അവരോട് തന്നെ വീണ്ടും പറയാണ്, കർത്താവിന് ഇതിന് ഒരു മാറ്റവുമില്ല. അല്ല ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞതാണ്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. വഴുവഴുപ്പ് പരിപാടി ഇതിനകത്തില്ല. ഇതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല കർത്താവിന്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതെ ഇരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ആകുന്നു. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് എന്തിനാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യം 5 അപ്പം കൊണ്ട് 5000 പേരെ സൗഖ്യമാക്കിയ ഈ വലിയ സംഭവം പറഞ്ഞിട്ട് ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ആ സംഭവം കൊണ്ട് അവിടെ ഇട്ടേക്കുന്നത്. അത് ബാക്കി വന്നത് ശേഖരിച്ച് ഒട്ടും കളയാതെ സമൃദ്ധിയായിട്ട് ശേഖരിച്ചു. എല്ലാവരും തിന്ന് തൃപ്തരായി. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. സമൃദ്ധിയാണിത്, സമൃദ്ധിയായ ജീവനാണ്. ഞാൻ ജീവൻ്റെ അപ്പമാവുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരുവാൻ പറ്റില്ല. ഇത് ആത്മാവിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ കൃപാവരത്താൽ ലഭിക്കുന്ന ഒരു വലിയ ശക്തിയാണ്, അല്ലെങ്കിൽ അടയാളം, അല്ലെങ്കിൽ ഒരു കൃപാവരം തന്നെയാണ് ഈ ജീവൻ്റെ അപ്പം എന്താണെന്ന് നമ്മുടെ ആത്മാവിൽ തിരിച്ചറിയുക എന്നുള്ളത്. ബുദ്ധി കൊണ്ട് നമുക്കിതിനെ അളക്കാനോ പറഞ്ഞു മനസ്സിലാക്കി തരുവാനോ സാധ്യമല്ല. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു മരിച്ചുപോയി, എന്നാൽ എന്നെ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. കർത്താവ് ഈ ജീവൻ്റെ അപ്പത്തെപ്പറ്റി ആളുകളുടെ എണ്ണം നോക്കിയല്ല, ഒരാളോട് മാത്രമായിട്ട് കർത്താവ് ഇതേ കൃപാവരത്തിൻ്റെ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ആരോടാണ്? ശമരിയാസ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല, ഞാൻ ജീവൻ്റെ ജലം നിനക്ക് തരാം. ഇവിടെ പറയുന്നു ജീവൻ്റെ അപ്പം തരാം. ഇച്ചിരി കഴിയും പറയും രക്തവും കൂടെ തരാമെന്ന് പറയാം. അവിടെ ചെറിയൊരു പ്രശ്നം പിന്നെയുണ്ട്, അത് പറയാം. അതായത് ശമരിയാസ്ത്രീയോട് പറയുമ്പോഴും 20,000 പേരോടിരുന്ന് പറയുമ്പോഴും അപ്പോസ്തലന്മാരോട് പ്രത്യേകം പറയുമ്പോഴും യൂദയെ ശകാരിക്കുമ്പോഴും എല്ലാം ഈ 20,000 പേരോട് പറഞ്ഞ അതേ സീരിയസ്നെസ്സിലാണ് ശമരിയാസ്ത്രീയോടും പറഞ്ഞത്, അപ്പോസ്തലന്മാരോടും പറഞ്ഞത്. അല്ലാതെ അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടിരിക്കുകയും, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കണ്ടപ്പോൾ വളരെ കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ പറയുകയും, ഒരാളെ കിട്ടിയപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂടെ, അങ്ങനൊന്നുമല്ല. ഇതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് കർത്താവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്. അണുവിടവിടാതെ വളരെ സൂക്ഷ്മമായി കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ജീവൻ്റെ അപ്പം, ജീവൻ്റെ ജലം, തൻ്റെ രക്തം, ചുരുക്കം പറഞ്ഞാൽ വിശുദ്ധ കുർബാന.
വളരെ വളരെ സൂക്ഷ്മമായിട്ട് കർത്താവ് പഠിപ്പിച്ചുകൊണ്ട് വരുവാണ്. ഓരോ പടിപടിയായിട്ടാണ് കയറി വരുന്നത്, ശ്രദ്ധിച്ചോണം. എന്നിട്ട് പറയാണ്, ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. വീണ്ടും വീണ്ടും പറയുകയാണ്. ആമേൻ ആമേൻ പറഞ്ഞില്ലേ, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇതെല്ലാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഈ ജീവിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവൻ ഉണ്ടാവുമെന്ന ജീവിക്കും, എന്നേക്കും ജീവിക്കും എന്ന് പറയുമ്പോൾ ആത്മാവിൽ എന്നേക്കും ജീവിക്കുമെന്ന് മാത്രമല്ല, ആത്മാവിന് ജീവനുണ്ടാകും. എന്താ ജീവൻ? ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ജീവനും ഉണ്ടാവും, അവൻ എന്നേക്കും ജീവിക്കുകയും ചെയ്യും. പക്ഷേ ഈ അപ്പം തിന്നണം. ഇനി ഈ അപ്പം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ലോകത്തിൻ്റെ ജീവന് വേണ്ടി. അതായത് എന്നിലും നിന്നിലും ഈ പറഞ്ഞ ജീവൻ വരുവാനും അത് സമൃദ്ധിയാകുവാനും വേണ്ടി കൊടുപ്പാനിരിക്കുന്ന എൻ്റെ മാംസമാകുന്നു. അയ്യോ, അത്രയും കൂടെ കേട്ടപ്പോഴത്തേക്ക് പെറുപെറുപ്പ് അവിടെ വർദ്ധിച്ച് അത് ബഹളമായി കാണും അവിടെ. കാരണം ഇവർ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാവുന്നില്ല ഇത് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ശിഷ്യന്മാർക്കെല്ലാം അതറിയാം, ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ സൈഡിലിരുന്നെല്ലാം ഇതൊക്കെ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നുമല്ല, ഇവർക്കിതൊന്നും ഇവർക്കും മനസ്സിലാവുന്നില്ല. യോഹന്നാൻ അല്പമൊക്കെ പിടികിട്ടി കാണും. കാരണം ചേർന്നിരുന്നവനാണ്. ഞാൻ പറഞ്ഞില്ലേ, അടുക്കൽ വന്നിരിക്കുന്നവനെ ഇത് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ, അല്ലാത്തവന് ഇത് കൊടുക്കില്ല. കാരണം പ്രത്യേകിച്ച് ഇത് ഈ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള മർമ്മങ്ങൾ അടുത്ത് വന്നിരിക്കുന്നവനേ ഇത് കൊടുക്കുകയുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെക്കാളിൽ സുവിശേഷം വളരെ ഭംഗിയായിട്ട് പറയുന്ന, കർത്താവിനെ അമിതമായി സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഈ വിശുദ്ധ കുർബാനയുടെ രഹസ്യം മറഞ്ഞു കിടക്കുകയാണ്. അത് മറഞ്ഞു കിടക്കുകയാണ്. ആ കൃപ വരുന്നില്ല. ആ കൃപ എല്ലാവർക്കും കിട്ടത്തില്ല. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഇതിൻ്റെ അവസാന ഭാഗം നോക്കിക്കോ. അവസാന ഭാഗം വരുന്നത് ഇപ്പം 20,000 പേരില്ലായിരുന്നോ? ഈ അടുത്ത ഭാഗം വരുന്നത് ഈ 52-ാം വാക്യം തൊട്ട് കുറച്ച് പേരൂടെ അങ്ങ് പിണങ്ങിപ്പോവും. അതായത് ഇനിയും പറയുന്നത് നോക്കിയേ, ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും? ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പം ഞാനിവിടെ നിന്ന് പറയാമെന്ന് വിചാരിക്കുക. അങ്ങനെ നാളെ തൊട്ട് അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ വരുമ്പോൾ 5 പേർക്ക് എൻ്റെ 5 വിരൽ മുറിച്ച് തരുന്നതാണ്, നിങ്ങളിത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരത്തില്ല. എനിക്ക് വട്ടാന്നല്ല പറയത്തുള്ളൂ. അത്ര തന്നെ ഇവിടെ സംഭവിച്ചുള്ളൂ. എൻ്റെ മാംസം എന്ന് പറയുമ്പോൾ അവർക്ക് അത്രേ മനസ്സിലാവുന്നുള്ളൂ. ഇവനെന്തോ കീറി മുറിച്ച് തരാൻ പോവാണോ? കീറി മുറിക്കാൻ പോവാണ്. അത് കർത്താവിനറിയാം എങ്ങനെയാണെന്നുള്ളതും പിന്നെ അപ്പത്തിൽ കൂടി എങ്ങനെ അതേ കൃപാവരത്തിൽ കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതും കർത്താവിന് നന്നായിട്ടറിയാം. പക്ഷേ ഇത് കൃപയുള്ളവന് മാത്രമേ ഇത് ഉള്ളിലോട്ട് കയറത്തുള്ളൂ, അല്ലാത്തവന് ഇത് കയറിയല്ല. 12 ശിഷ്യന്മാർ 3.5 കൊല്ലം കൂടെ നടന്നിട്ടും കർത്താവിനെ ഒട്ടും മനസ്സിലാകാതെ പോയത് യൂദയ്ക്ക് മാത്രമാണ്. ഒട്ടും പിടിയിട്ടില്ല. ഇവന് കൊള്ളാം, ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. അങ്ങനെ കർത്താവിനെ കാണുന്ന അനേകം ക്രിസ്ത്യാനികളായ ഓർത്തഡോക്സ് വിശ്വാസികളുണ്ട്, അറിയാമോ? ഒരു എൻലൈറ്റൻ ബുദ്ധൻ പോലെ, അല്ലെങ്കിൽ സാധാരണ യേശുവിനെ ഇഷ്ടമൊക്കെയാണ്, ഒരു എൻലൈറ്റൻഡ്. ദേ കാനോട്ട് ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് ഗോഡ്. ദൈവമായിട്ട് പറ്റുന്നില്ല, അങ്ങനെ ഇല്ലെന്നാണ് പറയുന്നത്. മാമോദീസയൊക്കെ മുങ്ങിയിട്ടുണ്ട്. അതാ പറഞ്ഞത്, അതിന് കൃപ കിട്ടാതെ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പിതാവിനാൽ ആകർഷിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, വിശ്വാസം വർദ്ധിക്കുവാനുള്ള കൃപ എപ്പോഴും തന്നുകൊണ്ടിരിക്കണമേ. കൃപയിൽ നിന്ന് നമ്മൾ അന്യമായി പോകരുത്. കൃപയിൽ നിന്ന് അന്യമായി പോകുന്നതിനെയാണ് കർത്താവ് മറന്നു പോകുക എന്ന് പറയുന്നത്. അല്ല കർത്താവിൻ്റെ മെമ്മറിയിൽ നിന്ന് പോയെന്നല്ല അർത്ഥം. നമ്മുടെ ഹൂസോയ പ്രാർത്ഥനയിൽ എങ്കിലോ പുണ്യമാക്കുന്നതിനും വെടിപ്പാക്കുന്നതിനും ഞങ്ങളെ തിന്മകളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ പിന്നെ ഓർക്കാതെ ഇരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവ്. എന്തുവായി ഓർക്കാതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ അർത്ഥം? കർത്താവിന് ഏതാണ്ട് ഇൻ്റലിജൻസിൻ്റെ പ്രോബ്ലം വല്ലതും ഉണ്ടോ? എഴുതിയിടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഓർക്കാതിരിക്കുക. കർത്താവെ, ഞങ്ങളെ വാങ്ങിപ്പോയാലേ നീ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിൻ്റെ ഇൻ്റലിജൻസിലേക്ക് കൊണ്ടുവരുവാന്നാണ് അർത്ഥം. അതൊന്നുമില്ല അവിടെ. അവിടെ ആത്മാവാണ്.
ആത്മാവിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, കർത്താവെ ദൈവമേ, നിൻ്റെ കൃപാ സാന്നിധ്യത്തിൻ്റെ വലയത്തിനകത്ത് നിർത്തിക്കൊള്ളണമേ എന്നാണ് അർത്ഥം. നിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞങ്ങളെ മായ്ച്ചു കളയരുതേ എന്ന് പറഞ്ഞാൽ നിൻ്റെ കൃപയിൽ നിന്ന് ഞങ്ങൾ അന്യമായി പോകുവാൻ ഇടയാകരുത്. അപ്പോൾ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം വർദ്ധിക്കുകയുള്ളൂ. ആകയാൽ യഹൂദന്മാർ തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത് വീണ്ടും ആമേൻ ആമേൻ. ഇവിടെ എല്ലാം തറപ്പിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആമേൻ ആമേൻ എന്ന് കർത്താവ് എവിടെല്ലാം പറഞ്ഞിട്ടുള്ളോ അതിനൊന്നും അണുവിട മാറ്റമില്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ഇതിന് കോംപ്രമൈസ് ഇല്ല എന്നാണ് അർത്ഥം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും ബാക്കി വെച്ചേ അവൻ്റെ രക്തം അടുത്ത ഡോസായിട്ട് കൊടുക്കുന്നത്. ഇതുവരെ മാംസത്തിൻ്റെ കാര്യമേ പറഞ്ഞുള്ളൂ. അത് തന്നെ അവർക്ക് സുഖിച്ചില്ല, അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല, അവർക്ക് ദഹിക്കുന്നില്ല. ആ ജനത്തിൻ്റെ മണ്ടയ്ക്ക് അടുത്ത ഡോസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഡോസ് ചില്ലറ ഡോസല്ല. കാര്യം എന്താണെന്നറിയാമോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ആരോടായി പറയുന്നത്? ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ ഇരിക്കുകയാണ്. ആ വലിയൊരു സമൂഹത്തോടാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ആരാണ്? പുറജാതിക്കാരുണ്ട്, എന്നാൽ ഭൂരിഭാഗവും ആരാണ്? യഹൂദന്മാരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലേവ്യ പുസ്തകം 17 അധ്യായം 13 വാക്യം എടുത്ത് വായിച്ചാട്ടെ. താഴോട്ട് വായിക്കണം. 13, 14, 15. ലേവ്യ പുസ്തകം 13, 14, 15. ലേവ്യ പുസ്തകം 17 അധ്യായം 13 വാക്യം. ഇസ്രായേൽ മക്കളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തിന്നാകുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിൻ്റെ രക്തം കളഞ്ഞ് മണ്ണിട്ട് മൂടണം. ബാക്കി സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവധാരണമായ രക്തം തന്നെ. അതത്രേ ഞാൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ജഡത്തിൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഈ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന ജനത്തോടാണ് ഒരുത്തൻ വന്ന് പറയുന്നത്, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണമെന്ന്. രക്തം മാത്രം കുടിക്കണമെന്ന്. മാംസം തിന്നണം, അതിൻ്റെ കൂടെ രക്തം വേറെ കുടിക്കണമെന്ന്. അവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, അതായത് യഹൂദന്മാർ മാംസഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് തിന്നാമാകുന്ന മൃഗങ്ങളുണ്ട്. എല്ലാത്തിനെയും തിന്നാൻ പറ്റത്തില്ല. അതിന് ലേവ്യ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അയവിറക്കുന്നതും കുളമ്പുള്ളതും അത് ഏതെങ്കിലും ഒരെണ്ണം മാത്രം കണ്ടീഷനായാൽ ശരിയാകത്തില്ല. ചിലത് അയവിറക്കും, ചിലതിൻ്റെ കുളമ്പ് പിളർന്നിരിക്കത്തില്ല, അങ്ങനെയുള്ളതിനെ തിന്നാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പല നിയമങ്ങളുണ്ട്. എന്തായാലും അവർക്ക് തിന്നാമാകുന്ന ചില മൃഗങ്ങളുണ്ട്, അതിനെ മാത്രമേ തിന്നാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ മുയൽ അയവിറക്കും, പക്ഷേ അതിൻ്റെ കുളമ്പ് പിളർന്നതല്ല, അതുകൊണ്ട് അതിനെ തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി തിന്നാമാവുന്ന മൃഗങ്ങളെ അറക്കുമ്പോൾ അതിൻ്റെ രക്തം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് മാത്രമേ ഇവർക്ക് ഭക്ഷിക്കാൻ അനുവാദമുള്ളൂ. കാരണം രക്തത്തിൽ ജീവനുണ്ട്. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തത്തിലല്ലോ, അതുകൊണ്ട് രക്തം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ദൈവപ്രമാണമായി ന്യായപ്രമാണപ്രകാരം അതിനെ വളരെ ഗൗരവത്തോട് കണ്ടിട്ടുള്ള ഒരു ജനത്തോടാണ് പിതാവ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് യേശുദമ്പുരാൻ പറയുന്നത്, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. കിടക്കുന്നു, മൊത്തം പോയി. പ്രശ്നം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ പകുതി എണ്ണം പോയി കാണും കേട്ടോ. ഇപ്പം കുറേ എണ്ണം പോയിട്ടുണ്ട്. 20,000 10,000 ആയിട്ടുണ്ട്, കുറഞ്ഞു. ഈ ഇരിക്കുന്നവരും ഇത് കേൾക്കാനല്ല ഇനിയിപ്പോൾ ഇരിക്കുന്നത്. ഇവൻ എന്ത് വട്ടാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നതെന്നുള്ളതാണ് കേട്ടോണ്ടിരിക്കാനാണ്, അല്ലെങ്കിൽ അടുത്ത ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുക, ബാക്കിയുള്ളതല്ല. അതുകൊണ്ടാണ് കർത്താവ് എടുത്തു പറഞ്ഞത്, വിശ്വസിക്കുന്നവനേ നിത്യജീവനുള്ളൂ. ആ കൃപ കിട്ടിയവനെ ഇത് വിശ്വസിക്കത്തുള്ളൂ. നമ്മളിനി എത്ര പറഞ്ഞാലും ഇത് ഉള്ളിൽ കയറണമെങ്കിൽ ആ കൃപ കിട്ടണം. അതുകൊണ്ടാണ് ഈ കൃപയില്ലാത്തവർക്ക് വിശുദ്ധ കുർബാനയെ പറ്റി മനസ്സിലാവില്ല. അതൊരു സാധാരണ ഒരു യോഗം പോലെയോ ഒരു ഭക്ഷണ തീന്മേശ പോലെയൊക്കെ കാണത്തുള്ളൂ.
അതവരുടെ കുറ്റമല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെക്കാളിൽ വളരെ ആവേശത്തോടും എന്താ പറയുന്നത്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്, സെലസോടും കൂടെ വേദവചനത്തെയും കർത്താവിനെയും സാക്ഷിക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെയാണ്. പക്ഷെ വിശുദ്ധ കുർബാന അംഗീകരിക്കത്തില്ല. ഇത് യുണീക്കാണ്, ഇത് എല്ലാവർക്കും കിട്ടത്തില്ല. ഇത് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, 20,000 പേരോളം വന്നിരിക്കുന്ന സദസ്സിൽ ഇത് ഉള്ളിൽ യഥാർത്ഥമായി അംഗീകരിച്ചത് 11 പേരേ ഉള്ളൂ. 12 ഇല്ല, 11 പേരേ ഉള്ളൂ. അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ശരിക്കും അറിഞ്ഞ്, അതിൻ്റെ യഥാർത്ഥ ഭാവം അറിഞ്ഞ് അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ജനസമൂഹം എന്ന് പറഞ്ഞാൽ വെറും 0.01% ഉള്ളൂ ഇപ്പോഴും. ചുമ്മാ ഒന്ന് കൊണ്ടേച്ച് പോകുന്നതല്ല ഇത് സംഭവം. ഇതിനെ അറിയണം. നിങ്ങൾ പാദ്രി പിയോ എന്ന് പറഞ്ഞൊരു അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? പാദ്രി പിയോ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, കാണാം. ഒരു കപ്പൂച്ചിയൻ ഫാദറാണ്. അദ്ദേഹത്തിന് വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഇദ്ദേഹം അന്തരീക്ഷത്തിൽ പൊങ്ങുമായിരുന്നാണ് പറയുന്നത്. ഈ കാസയിലോട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല, എന്ന് പറഞ്ഞാൽ കരയാണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങ് തകരുവാണ്, ഹൃദയം തകരുന്ന പോലെ തകരുകയാണ്. ഇതൊരു കൃപ കിട്ടുന്നതാണ്. പെട്ടെന്ന് കർത്താവിൻ്റെ സർവ്വ പീഡാനുഭവം അതിൽ തെളിഞ്ഞങ്ങ് വന്ന് അത് അതുപോലെ അങ്ങ് സാംശീകരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കരഞ്ഞ് 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 വലിയ വിശുദ്ധനായിട്ട് പോയി. ചെറുപ്പകാലത്ത് ഒരു സാധാരണ വ്യക്തിത്വമായിരുന്നു. സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ വളരെ വികൃതിയും കുസൃതിയും ഉള്ള ഒരു പയ്യനായിരുന്നു. മാത്യുസൻ ബാബച്ചൻ കുർബാനയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. 1.5 മണിക്കൂറോളം എടുക്കും തൊയ്യോബോ ചൊല്ലി തീർക്കാൻ വെറും 10 മിനിറ്റ് പോലും വേണ്ട ചൊല്ലി തീർക്കാൻ. ആ പ്രാർത്ഥന വെച്ച് 1.5 മണിക്കൂർ നിന്ന് കരഞ്ഞ് 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 ആ ത്രോണോസ് മുഴുവൻ, തബലിത്ത മുഴുവൻ കുതിർന്ന്, അക്ഷരാർത്ഥത്തിൽ പറയാം, ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്ന കുതിരും. അതിനി കൊള്ളില്ല, നനയ്ക്കാതെ കൊള്ളില്ല, അതുപോലെ ആവും. അതൊരു കൃപ കൊടുക്കുന്നതാണ്. കണ്ണുനീര് ഒരു കൃപയാണ്, കണ്ണുനീര് വർഷം ഒരു കൃപയാണ്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ അങ്ങനെയുള്ള കൃപകൾ വർദ്ധിച്ചു വരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ആത്മീയമായിട്ട് നമ്മൾ നമ്മളെ തന്നെ പരിപോഷിച്ചെടുക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ സഹനങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സഹനങ്ങളില്ലെങ്കിൽ നമ്മൾ കരയില്ല. വൺസ് നമ്മൾ ആ കരച്ചിലിൻ്റെ, കണ്ണുനീരിൻ്റെ ഗ്രേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ സഹനങ്ങളില്ലെങ്കിൽ കർത്താവിൻ്റെ സഹനങ്ങളെ ഓർത്ത് കരയുവാനുള്ള കൃപാവരത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. അതുകൊണ്ടാണ് ദുഃഖിതന്മാരിൽ തലവനായ ബർസോമ എന്നൊക്കെ പറയുന്നത്. അവർക്ക് അത് ഈ കണ്ണുനീരെന്ന് പറഞ്ഞാൽ ഈ സ്വന്തം വേദനയും പ്രയാസമൊന്നും അല്ലത്, അതിൽ കൂടി ആയിരിക്കും അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് വരുന്നത്. നമ്മൾ അവിടെ തന്നെ അങ്ങ് നിൽക്കുക. ആ സഹനം മാറണം, എൻ്റെ കരച്ചിൽ തീരണം. കരച്ചിൽ തീരും. വെളിപാട് പുസ്തകം കൊടുത്തേ, അതിനകത്തൊരു നല്ലൊരു വചനമുണ്ട്. നിങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. എത്രാമത്തെ? 21-ാമത്തെ അധ്യായത്തിലാണോ? 21-ാം അധ്യായം 3-ാം വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇത് തീരുന്നൊരു കാലഘട്ടമുണ്ട്, അല്ലേ? നൊടി നേരത്തേക്കുള്ള നമ്മുടെ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനത്തെ കിട്ടുവാൻ ഹേതുവാകുന്നു. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? നമുക്ക് ഇത് അടയാളം? യേശുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാണ്? നമുക്ക് ജഡത്തിൽ തന്നിരിക്കുന്ന, ജഡമെന്ന് പറയുമ്പോൾ മനസ്സും ശരീരവും തന്നിരിക്കുന്ന എല്ലാ യാതനകളെയും നമ്മൾ വഹിക്കുമ്പോൾ അത് നമുക്കൊരു അടയാളമായി മാറുമെന്നാണ് ഗലാത്യർ
5-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഗലാത്യർ 6-ാം അധ്യായം 17-ാം വാക്യം. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എന്തോ ഈ ചൂടടയാളം? നമ്മുടെ സഹനങ്ങളാണ്. യേശുവിൻ്റെ ശരീരത്തിലെ അടയാളം എന്താണ്? 5 മുറിപ്പാടുകളാണ്. ആ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഡത്തിൽ എനിക്കുള്ള കഷ്ടം. ഞാൻ എപ്പോഴും പറയാറുള്ള വാക്യമാണ്, വീണ്ടും ഒന്നുകൂടെ പറയാം. 1 പത്രോസ് 4-1 വാക്യം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിരിക്കയാൽ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ ജഡത്തിൽ ഇനി ശേഷിച്ചിരിക്കുന്ന കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അതായത് ജഡത്തിൽ നമ്മൾ സഹനം ഏൽക്കുന്തോറും നമ്മളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ പാപം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പാപം ചെയ്യാൻ ജഡത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കഷ്ടമില്ലാത്തവനാണ് ശരിക്കും ഉപവാസം എടുക്കേണ്ടത്. ജഡത്തെ കഷ്ടപ്പെടുത്തുകയാണ്. കഷ്ടപ്പെടുത്തുമ്പോൾ ജഡം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന സകല പാപങ്ങളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇനി തിരിച്ചു വരാം. 52-ാം വാക്യത്തിൽ, ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ മാംസവും തിന്നണം, രക്തവും കുടിക്കണം. പഴയ നിയമത്തിൽ രക്തം കുടിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ യഹൂദന്മാർക്ക് കൂടുതൽ മുഷിപ്പുണ്ടായി. ഇവൻ എന്താണ് ഈ പറയുന്നത്? ഇവൻ തീർത്തും ദൈവ ദൂഷണമാണ് പറയുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അവർ പിറുപിറുത്തുകൊണ്ടിരുന്നത്. രക്തം കുടിക്കാൻ അനുവാദമില്ല, പക്ഷേ പഴയ നിയമത്തിൽ പറയുന്നു രക്തത്തിലാണ് എന്തിരിക്കുന്നത്? ജീവനിരിക്കുന്നത്. ആത്മാവിൻ്റെ ജീവൻ ഇരിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിലാണെന്നുള്ളത് യേശുവിന് അറിയാവുന്നതുകൊണ്ട് ആ രക്തം ലോകത്തിന് വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ലോകത്തിന് വേണ്ടി കൊടുക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അപ്പോൾ ലോകത്തിൽ സർവ്വലോകത്തിനു വേണ്ടി കൊടുക്കുന്ന മാംസത്തിലെ ജീവൻ, രക്തത്തിലെ ജീവൻ, അതിൽ കൂടിയേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കർത്താവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 54-ാം വാക്യം ഇത് തന്നെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്ടോ. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതോടുകൂടിയാണ് നിത്യജീവൻ്റെ അപൂർണതയിലേക്ക് എത്തുന്നത്. ഇനി നിത്യമാണ് ആ ജീവൻ. ഒടുക്കത്തെ നാളിൽ അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. 55-ാം വാക്യം, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്താണ് ഈ സാക്ഷാൽ ഭക്ഷണം? സാക്ഷാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് യഥാർത്ഥ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഭക്ഷണം എന്നർത്ഥം. ഞാനൊരു അനാലജി പറയാം. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ രുചിക്ക് വേണ്ടിയും കഴിക്കാം, ആരോഗ്യത്തിന് വേണ്ടിയും കഴിക്കാം. പല രുചിയുള്ള ഭക്ഷണത്തിനും ആരോഗ്യം ഉണ്ടാകണമെന്നില്ല അതിൽ. എന്നാൽ ആരോഗ്യപരമായ പല ഭക്ഷണങ്ങൾക്കും രുചി ഉണ്ടാകണമെന്നില്ല. എൻ്റെ ഭക്ഷണം, അതായത് എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മീയ ആരോഗ്യത്തിന് ഉതകുന്നതാകുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്ന രുചി ഉണ്ടാവണമെന്നില്ല. അപ്പവീഞ്ഞിൻ്റെ രുചിയല്ല ഈ പറയുന്നത്. ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ അതിന് ജഡപരമായി തന്നെ ചില സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ശരീരം എപ്പോഴും നമ്മളെ ബലഹീനമാക്കുന്നതാണ്. ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ ശരീരത്തെ കീഴടക്കാതെ പറ്റില്ല. അതായത് രാവിലെ എണീക്കണം, തലേന്ന് ഒരുങ്ങണം, ആരാധനയിൽ ഭക്തിയോടെ വന്ന് സമ്മതിക്കണം. ഇതിനെല്ലാം ആത്മാവിന് താല്പര്യമുണ്ട്, പക്ഷേ ശരീരം സമ്മതിക്കത്തില്ല. ശരീരം പറയും കുറച്ചു നേരം കൂടെ കഴിഞ്ഞു പോയാൽ മതി, അല്ലെ കുറച്ചുകൂടെ അവിടെ കിടന്നോ എന്നൊക്കെ പറയും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാണ്. സാക്ഷാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സർവ
പ്യൂരിറ്റിയും ആരോഗ്യവും ഉള്ള എല്ലാ സ്പിരിച്വൽ കണ്ടൻറ്റും ഉള്ള സാക്ഷാൽ ഭക്ഷണമാണ് എൻ്റെ മാംസം, എൻ്റെ രക്തം അതുപോലെ സാക്ഷാൽ പാനീയമാണ്. ഇത് കുടിക്കുന്നതിന് ഒരു നാളും ദാഹിക്കത്തില്ല. അത് ശമരിയാസ്ത്രീയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേ ആത്മാവിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം അത്രയും ദൂരം നടന്ന്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, അത്രയും ദൂരം നടന്ന് വേർത്ത് കുളിച്ച് ആ സുഖാർ എന്ന പട്ടണത്തിലെ കിണറ്റിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് ആ സ്ത്രീയോട് കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ത്രീയെ മാത്രം കണ്ട് സംസാരിക്കുവാനായിട്ട് ഇത്രയും ദൂരം വരണം എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് അത്രയും ഗൗരവമുണ്ടെന്നാണ് അർത്ഥം. ആ സ്ത്രീയെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൾ വിജാതീയരുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ശമരിയിലെ സങ്കരവർഗത്തിൻ്റെയും വിജാതീയരുടെയും റെപ്രസെൻറ്റേറ്റീവാണ് ആ സ്ത്രീ. അപ്പോൾ ഈ സാക്ഷാൽ ഭക്ഷണം എന്ന് പറയുന്ന മാംസം, രക്തം, എൻ്റെ രക്തവും എൻ്റെ മാംസവും എൻ്റെ ജനം എന്ന് ഞാൻ ഒരു കാലത്ത് വിളിച്ചിരുന്ന യഹൂദ ജനത്തിന് മാത്രമുള്ളതല്ല, സർവ്വലോകത്തിനു വേണ്ടിയും കൂടെ ആണെന്നുള്ളത് അറിയിക്കുവാൻ ആ ശമരിയ സ്ത്രീയെ ഒരു കഥാപാത്രമായി തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഒന്നുകൂടെ വായിക്കാം ആ വചനം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കാരണം നമ്മൾ ഈ വായിക്കുന്ന വചനങ്ങളെല്ലാം കർത്താവ് പറഞ്ഞ വചനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കുന്ന അത്ര അനുഗ്രഹമാണ്. ഇത് ഒരു ഇൻസിഡൻ്റ് യോഹന്നാൻസ്ലേഹ എഴുതിയിരിക്കുന്നതല്ല ഈ പറയുന്നത്. കർത്താവ് തൻ്റെ വായിൽ നിന്ന് പറഞ്ഞ വചനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റുപറയുക എന്ന് പറയുന്നത് തന്നെ വളരെ അനുഗ്രഹമാണ്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നാണ്. വസിക്കുന്നു, എബൈഡ്. ഇത് മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം എന്നല്ലേ നമ്മൾ കുറച്ച് മുമ്പ് വെളിപ്പാട് പുസ്തകം 21-ാം വാക്യത്തിൽ വായിച്ചത്. അവിടെ വസിക്കുകയാണ്. വായിച്ചേ ആ വചനം ഒന്നുകൂടെ എടുത്തേ. വെളിപാട് പുസ്തകം 21-ാം അധ്യായം. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടി വസിക്കും. എബൈഡ്, എബൈഡ് ഇൻ മീ. ഒരു കൂടാരത്തിൽ നമ്മൾ വസിക്കുന്നത് എന്തിനാണ്? നമ്മളൊരു വീടുണ്ടാക്കി അതിൽ പാർക്കുന്നത് എന്തിനാണ്? പ്രൊട്ടക്ഷൻ അല്ലേ? പ്രൊട്ടക്ഷൻ. എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റഡാണ്. പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്ന്, മഴയിൽ നിന്ന്, വെയിലിൽ നിന്ന്, കൊള്ളക്കാരിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്ഷനാണ്. എബൈഡ് ഇൻ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ സംരക്ഷണയിലുമാണ് എന്നുള്ളതാണ്. അത് മുകളിലും താഴെയും മുമ്പിലും പിമ്പിലും ഇടത്തും വലതുമായിട്ട് കർത്താവിൻ്റെ സംരക്ഷണം. നിൻ്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവുമായിരിക്കട്ടെ, നിൻ്റെ ബലം ആയുസ്സോളം നിലനിൽക്കട്ടെ. ഇസ്രായേലെ, നിൻ്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. ആവർത്തന പുസ്തകം 33:25 ഇസ്രായേലെ, നിൻ്റെ ദൈവത്തെ പോലെ മറ്റാരും ഇല്ല. അവൻ നിൻ്റെ സഹായത്തിനായി ആകാശത്തോടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി എഴുന്നള്ളുന്നു എന്നാണ്. വായിച്ചോ. നിൻ്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവുമായിരിക്കട്ടെ, നിൻ്റെ ബലം ജീവപര്യന്തം നിലനിൽക്കട്ടെ. യെശുരൂനെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലേ എന്നാണ് അർത്ഥം. ഇസ്രായേലേ, നിൻ്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. അവൻ നിൻ്റെ സഹായത്തിനായി ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി എഴുന്നള്ളുന്നു. ഇപ്പം എവിടെ പോയാലും എവിടെ ആയിരുന്നാലും നമ്മുടെ മുകളിൽ ദൈവത്തിൻ്റെ കൂടാരം, മേഘം ഉണ്ട്. തൊട്ട് താഴത്തെ വാക്യം എന്താ? അത് എല്ലാവർക്കും അറിയാവുന്ന, പുരാതനമായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിൻ്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. യഹോവ ഒരു മഹാവീരനെ പോലെ നിന്നോടുകൂടെയുണ്ട്. അവൻ നിനക്ക് മുമ്പടയായി നടക്കും, പിമ്പടയായി നടക്കും. അപ്പോൾ തലയിലെ മേലിലും കീഴേയും ഇടത്തും വലത്തും യഹോവ നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു എന്നൊരു വചനമുണ്ട് യെശയ്യാവിൽ. അതായത് ഇങ്ങനെയുള്ള വചനങ്ങൾ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വാസ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ
നമ്മൾ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. 18-ാം സങ്കീർത്തനം 1-ാം വാക്യം, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളുടെ ഒരു വലിയൊരു ഊഷ്മളത ഏതാണ്? എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാവുന്നു. സ്തുതിനായ യഹോവേ ഞാൻ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ നമ്മളെ ഉള്ളിൽ വർദ്ധിച്ച് വരുന്നതാണ് അങ്ങോട്ടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുമ്പ് വിശ്വാസം വരണം. വിശ്വാസം പ്രകടമാകുന്നത് സ്നേഹത്തിലൂടെയാണ്. അത് അനുസരണമായിട്ട് മാറുമ്പോൾ ആ സ്നേഹം പ്രകടമാകുന്നു. വിശ്വാസം സ്നേഹത്തിലൂടെ പ്രകടമാക്കുന്നതാണ് അനുസരണം. അത് പാളിപ്പോയതാണ് ഹവ്വായിൽ സംഭവിച്ചത്. തെറ്റായ അറിവിൽ നിന്ന് തെറ്റായ വിശ്വാസത്തിലേക്ക് വന്നു. തെറ്റായ വിശ്വാസത്തിൽ നിന്ന് അനുസരണക്കേടിലേക്ക് മാറിപ്പോയി. സമയമായോ? 57-ാം വാക്യം, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതായത് ഇതൊരു കണക്ഷനാണ്. യേശുമ്പുരാൻ പറയുവാണ്, ഞാൻ പിതാവിൽ നിന്നാണ്, അതുമൂലം ഞാൻ ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. 58-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇതെല്ലാം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും കർത്താവ് റിപ്പീറ്റഡായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് അത്രയ്ക്ക് അസന്നിഗ്ധമായ കാര്യമാണ്. 59-ാം വാക്യം, അവൻ കബർനഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. 60-ാം വാക്യം, അവൻ്റെ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർ എന്ന് പറയുന്നത് ഈ വലിയ കൂട്ടം ജനങ്ങളാണ്, അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാർ എന്ന് വിചാരിക്കരുത്. അവൻ്റെ ശിഷ്യന്മാർ, ഒത്തിരി പേര് ശിഷ്യന്മാരായി. ശിഷ്യന്മാർ പലരും ഇത് കേട്ടിട്ട് ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞു. ആർക്കിത് കേൾപ്പാൻ കഴിയും എന്നും പറഞ്ഞു. അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. യഥാർത്ഥ സുവിശേഷത്തിലേക്ക് കർത്താവ് വരികയാണ്. യഥാർത്ഥ സുവിശേഷം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. യഥാർത്ഥ സുവിശേഷം ക്രിസ്തുവിൻ്റെ ശരീരമാണ്. യഥാർത്ഥ സുവിശേഷം അപ്പോൾ ഈ ജീവൻ്റെ അപ്പമാണ്. അതിലേക്ക് വരുമ്പോൾ അതിത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് കഠിനമാണ്. നമുക്കെപ്പോഴും ഇഷ്ടം സൂത്തിങ്ങായിട്ടുള്ള സുവിശേഷമാണ്. അത് മാത്രമേ താല്പര്യമുള്ളൂ. കഠിനതയിലേക്ക് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ശരിക്കും ആധ്യാത്മികതയുടെ ആഴം ഗ്രഹിക്കുവാൻ കഠിനമാണ്. പക്ഷേ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആനന്ദം പരമാനന്ദമാണ്. കടലിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ വളരെയധികം സജ്ജീകരണങ്ങൾ നേരത്തെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് എടുക്കണം, ഓക്സിജൻ എടുക്കണം, പല മെയ്വഴക്കങ്ങളും അവർ എത്രയോ വർഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഡൈവ് ചെയ്ത് പോകുന്നത്. അവിടെ ചെന്നാൽ സ്വർണ്ണ മത്സ്യങ്ങളെ കാണാം. പക്ഷേ അത് കഠിനമാണ് അതിൻ്റെ ട്രെയിനിങ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കഠിനവാക്കാണ്, ഞങ്ങൾക്ക് ദഹിക്കുകയില്ല. സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ജഡത്തിന് സുഖം പകരുന്ന ഒരു കാര്യമായിട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല, ഒന്നും ഗ്രഹിക്കാനും സാധിക്കത്തില്ല. ഇത് ജഡത്തിൻ്റെ കാര്യമല്ല. സുവിശേഷം ആത്മാവിൻ്റെ കാര്യമാണ്. ആത്മാവിൻ്റെ കാര്യമാണെങ്കിൽ അതിന് ആഴമുണ്ട്. ആഴമുണ്ടെങ്കിൽ ആഴത്തിലുള്ള കാര്യം പറയുമ്പോൾ ഈ ജഡത്തിന് അത്ര താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ജഡം പറയും ഇത് കഠിനവാക്കാണ്. കഠിനവാക്ക് വേണ്ട, കഠിനവാക്ക് പറയണ്ട. കുറച്ച് കഥയും കുറച്ച് തമാശകളും നമുക്ക് കുറച്ച് സമയം കളയത്തക്കവണ്ണമുള്ള 1.5 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി
എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള സുവിശേഷ പ്രസംഗമായിട്ട് നമ്മുടെ സുവിശേഷങ്ങളിൽ അധപതിച്ചു പോവുകയാണ്. ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ്. അവർ പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞു എന്നാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ഇവൻ അറിയുന്നുണ്ട്. നന്മ പ്രവൃത്തിയാണെങ്കിലും തിന്മ പ്രവൃത്തിയാണ്, ശ്രദ്ധിച്ചോളണം. നന്മ പ്രവൃത്തിയാണെങ്കിലും തിന്മ പ്രവൃത്തിയാണെങ്കിലും നമ്മൾ ചെയ്യുവാൻ പോരുന്ന നന്മ പ്രവൃത്തികൾ മുൻകൂട്ടി ഇരിക്കുന്നത് നമ്മൾ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളത് ചെയ്യുന്നതിന് മുമ്പേ യേശു അത് അറിയുകയും മുമ്പേ ആ ആനന്ദം തരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു പാപം ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്യുമ്പോഴല്ല കൃപ നഷ്ടപ്പെടുന്നത്, പാപം ചെയ്യുന്നതിന് മുമ്പേ കൃപ നഷ്ടപ്പെടും. ആക്ഷൻ തുടങ്ങുന്നത് ഈ ജഡപ്രവൃത്തിയിലല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു. ആ കൊല ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴേ കൊല ചെയ്യുന്നതിന് തുല്യമായി. സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നതിൽ തുടങ്ങും ഈ കൊല. അതാണ് കൊലയിലെത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. ഈക്വലൻ ടു കമ്മിറ്റിങ് എ മർഡർ. അത് അപ്രാപ്യമൊന്നുമല്ലത്. യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ആരെയും നമുക്ക് നിസാര എന്ന് വിളിക്കാനോ നമുക്ക് പൊട്ടച്ചൊല്ലോ കളിവാക്കോ ഒന്നും പറയുവാൻ തോന്നത്തുമില്ല. സ്നേഹം കുറയുന്നതുകൊണ്ടാണ് നമ്മൾ അശുദ്ധമായ കാര്യങ്ങൾ കേട്ട് സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നതും കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നതും ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോയി ദുർവർത്തമാനങ്ങൾ പറയുന്നതിൻ്റെയൊക്കെ സാരാംശം നമുക്ക് കർത്താവിനോട് സ്നേഹമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് നമ്മുടെ ജഡം നമ്മളെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 61 വാക്യം, ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് നിങ്ങൾക്കിത് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ഇവരുടെ ഈ പിറുപിറുപ്പ് വർദ്ധിക്കുമ്പോൾ യേശു തമ്പുരാൻ അടുത്ത ഡിഫൻസ് മെക്കാനിസം എടുക്കുകയാണ്, അടുത്ത ഡിഫൻസ് ഇടുകയാണ്. പിന്നെ ഡോസ് വർദ്ധിപ്പിച്ചാണ് കൊടുക്കുന്നത്. മുമ്പേ കൊടുത്തില്ലേ? മാംസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവർക്ക് ദഹിച്ചില്ല എന്ന് മനസ്സിലായപ്പോൾ രക്തത്തിൻ്റെ കാര്യം കൂടെ പറയുക. കർത്താവിനറിയാം ഈ രക്തം യഹൂദന്മാർക്ക് അലർജിയാണ്. അപ്പോൾ പറയാണ് എൻ്റെ രക്തം കുടിച്ചോളാൻ. ഇവിടെ നോക്കി, ഇത്രയും കേട്ടപ്പോഴേ നിങ്ങളുടെ ഗ്യാസ് പോയോ? എങ്കിൽ ദേ അടുത്ത സാധനം പിടിച്ചോ. എന്താണ്? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാവുന്നു ഞാൻ. ഈ അപ്പം തിരിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? വളരെ ഗഹനമായിട്ടുള്ള കാര്യമാണ്, കഠിനവാക്ക് തന്നെയാണ്. ആ ഒരു ബോധത്തിൽ തന്നെ നിങ്ങളും ഇരിക്കണം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഇതോടെ പറഞ്ഞിട്ട്, കാരണം ഇനിയും വളരെ ഗഹനമായ കാര്യങ്ങൾ താഴേക്ക് വരുന്നുണ്ട്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിപ്പിക്കുന്നത് ഏത് ആത്മാവിനെ പറ്റിയാണ് ഈ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഈ പറയുന്നത്. ജീവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റി പരിശുദ്ധ സഭ എപ്പോൾ പറഞ്ഞാലും ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ എന്നുള്ള രീതിയിലേ പറയത്തുള്ളൂ. റൂഹോ ഹായോ കാദീശോ, ജീവിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയുകയാണ് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശ്രദ്ധിച്ചുകൊള്ളണം. കർത്താവ് വളരെ സൂക്ഷ്മമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. എന്താ ഈ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം? ഈ മാംസം ഏതാ? തൻ്റെ മാംസത്തിൻ്റെ കാര്യമല്ല, ജഡം. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരവും മനസ്സും കൊണ്ടുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ വ്യാപാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ദൈവീകമായ ജഡപരമായ പ്രവൃത്തികളുണ്ട്. അതായത് ദാനധർമ്മം ചെയ്യുക, അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ജഡീകമായ നന്മ പ്രവൃത്തികളുണ്ട്. അതിനകത്തൊരു പാപം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ജഡപരമായ കാര്യങ്ങളൊന്നും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനൊന്നും പ്രയോജനമില്ലെന്നല്ല. ജഡം കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്, ശരീരം കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ജഡപരമായ ഒരു കാര്യവും അതിനെ മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് വെളിപ്പെടുത്തി തരാതെ ഈ വിശുദ്ധ കുർബാനയെ, എൻ്റെ മാംസത്തെയും എൻ്റെ രക്തത്തെയും പറ്റി നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ജഡപരമായി എന്തെല്ലാം ഉപവസിച്ചാലും നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാതെ ഇത് കിട്ടില്ല. അത് ഇച്ഛിക്കുന്നവന് കൊടുക്കും, കരുണ തോന്നുന്നവനോട് കരുണ തോന്നും എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ജീവിപ്പിക്കുന്നത് ഹോളി സ്പിരിറ്റാണ്, മാംസം ഒന്നിനും ഉപകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മുടെ ശരീരം കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്നല്ല. വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് സർവ്വകാര്യങ്ങളും യേശുവിൽ അല്ലെങ്കിൽ തൃത്വത്തിൽ സെൻട്രലൈസ്ഡ് ആണ്. അവൻ പ്രസാദിച്ചാൽ മാത്രമേ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പലർക്കും ഇത് മനസ്സിലാകാതെ കിടക്കുകയാണ് ഇപ്പോഴും. അനേകരുണ്ട്, പറഞ്ഞില്ലേ, അനേക സുവിശേഷകർ, ദൈവവേല ചെയ്യുന്നവർ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ, കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായവർ പോലും ഈ വിശുദ്ധ കുർബാന കേർത്തുമില്ല. അത് നമ്മൾ കർത്താവ് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ട് അടുത്തിരുന്നെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന വെളിവായി വരത്തുള്ളൂ. അത് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന സഭാവിശ്വാസികളെയും കൂടെ ചേർത്താണ് പറയുന്നത്. പലർക്കും ഇതൊരു ഒരു 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 പള്ളിയിൽ പോവുക, ആരാധനയിൽ സംബന്ധിക്കുക എന്നൊക്കെ പറയുന്നത് വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓഫീസേഴ്സ്, അഡ്മിനിസ്ട്രേഷന് താല്പര്യമുള്ളവർ ദേവാലയത്തിൽ വരുന്നില്ലേ? അവിടെ ചിന്ത മുഴുവനും ഇന്നത്തെ കാണിക്ക എത്രയായി, ഇന്നെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഓഫീസിൽ എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കണം, പൊതുയോഗത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ പറയണം. ഇതൊരു ആവേശമായി കയറി വരുന്നവരുണ്ട്, വേണം. അതുകൊണ്ട് പല പള്ളികളിലും കുർബാന നടക്കുമ്പോൾ ഓഫീസ് തുറന്നിട്ടേക്കാണ്. തെറ്റാണത്. പല പള്ളികളിലെയും ട്രസ്റ്റിയും മാനേജിങ് കമ്മിറ്റിയും മെമ്പേഴ്സും എല്ലാം ഓഫീസിൽ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ അവിടെ പരിപാടിയാണ്. അവരെ മാത്രം പറയുന്നതല്ല. സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ നല്ല കാര്യത്തിനല്ലേ വരുന്നത്? ആണല്ലോ. പക്ഷെ മനസ്സ് മൊത്തം എവിടെയാണ്? ഇന്നത്തെ കോമ്പറ്റീഷന് ആ കുഞ്ഞിനെ ജയിപ്പിക്കണോ, ഇവളെ തോപ്പിക്കണോ, അല്ലെങ്കിൽ ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ. യൂത്ത് ലീഗിന് വരുന്നവരോ, കരോൾ എന്താ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തിനേക്കാളിൽ ഭംഗിയായിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് യൂത്ത് ലീഗിൻ്റെ വക എന്തെല്ലാം, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവേശത്തിലാണ് ദേവാലയത്തിലേക്ക് വരുന്നത്. കാരണം ദേവാലയത്തിലെ ആരാധന കഴിഞ്ഞിട്ട് ഈ മീറ്റിംഗാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. ഇതെല്ലാം ജഡീകമാണ്, ഈ മാംസമാണ്, ഇതെല്ലാം ഒന്നിനും ഉപകരിക്കത്തില്ല. അതാണ് കർത്താവ് പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്നതിൻ്റെ ഉള്ളിൽ അവൻ ആദ്യം കർത്താവിനെ ആരാധനയിൽ ദർശിക്കും. അകത്ത് നിൽക്കുന്നവർക്ക് പോലും അതാ സ്നേഹത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുന്നതിന് മാത്രമേ കൂടുതൽ ഇത് വെളിവാകുകയുള്ളൂ. അല്ലാത്തവന് അകത്ത് നിന്നാൽ പോലും, ഇനിയിപ്പം ആരാധനയ്ക്ക് വേണ്ടി വരുന്നവർ പോലും പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, അയ്യോ 1 മിനിറ്റ് നീണ്ടു, 2 മിനിറ്റ് നീണ്ടു, വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ്? ഇൻവോൾവ്മെൻറ്റ് വന്നിട്ടില്ല, അതാണ് കാര്യം. ഇൻവോൾവ്മെൻ്റ് ഉള്ളവൻ സമയം നോക്കത്തേയില്ല. അതുകൊണ്ട് സമയത്തിന് ക്ലിപ്തപരമായിട്ടോ അതിൽ കവിഞ്ഞോ ആരാധന നടത്തണമെന്നുള്ളതിൻ്റെ ആഹ്വാനമൊന്നുമല്ലിത്. പക്ഷേ ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ജീവിപ്പിക്കുന്ന ആത്മാവ് കയറുമ്പോൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ ആ പാദ്രി പിയോ പിതാവ് വിശുദ്ധ കുർബാന എന്ന് ചൊല്ലിയതുപോലെ, അല്ലെ മാത്യൂസ് പിതാവ് വിശുദ്ധ കുർബാന ചൊല്ലാൻ നിൽക്കുമ്പോൾ അതേ ആത്മാവ് നമ്മളിലേക്ക് വ്യാപരിക്കുവാനുള്ള ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കും, അതിനുവേണ്ടി ആഗ്രഹിച്ചു നിന്നാൽ. അതാണ് കർത്താവ് പറയുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച
വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.